ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സ്വർഗം ആരുടെ സൃഷ്ടിയാണ്. സ്വർഗം ആരുടെ സൃഷ്ടിയാണ്. സ്വർഗം ആരുടെ സൃഷ്ടിയാണ് എന്ന ഒരു ചോദ്യം നമ്മിൽ ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറില്ലേ? സ്വർഗം എന്നത് ഉണ്ടോ എന്ന ചോദ്യവും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വർഗം ആരുടെ സൃഷ്ടിയാണ് എന്നതിൻ്റെ കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും വചനം എന്താണ് പറയുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ സൃഷ്ടി എന്നാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 5 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം മനസ്സിലാകുന്നു. ആകാശത്തെ സൃഷ്ടിച്ചു, വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ആകാശത്ത് സൃഷ്ടിച്ചവനായ ദൈവം ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് ഇവിടെ ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എപ്പോൾ സൃഷ്ടിച്ചു എന്നാണ്. അതിൽ പ്രകാരം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളെയും ഒക്കെയും തികഞ്ഞു എന്ന് ഈ വേദഭാഗത്ത് എടുത്ത് പറയുന്നുണ്ട്. അതായത് ദൈവം സ്വർഗം സൃഷ്ടിച്ചു എന്ന് ഈ വേദഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ സാധിച്ചു. ഇയ്യോബിനോട് ദൈവം സംസാരിക്കുന്ന ഭാഗത്ത് അവനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്ന്. ആ ഭാഗമൊക്കെ നമുക്ക് വളരെ സുപരിചിതമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവം നീതിമാനായ ഇയ്യോബിനോട് സംസാരിക്കുന്നതാണ് നാം അവിടെ കാണുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ അനുസരണ ഉള്ളവരാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവം തൻ്റെ വചനത്താൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാകുന്നതായ കാര്യമെന്ന് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നാണ് ഈ വേദഭാഗം ഉദ്ബോധിപ്പിക്കുന്നത്. വചനം നമ്മോട് പറയുന്നത് നാം വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാനാണ്. മാമോദീസയിലൂടെ നാം അവൻ്റെ മക്കളായി തീർന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആയിത്തീർന്നതിന് ശേഷം നാം തെറ്റി വീഴുന്നുവെങ്കിൽ ദൈവം നമ്മോട് പൊറുക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൃഷ്ടിപ്പിന് എടുത്ത സമയം എന്ന് പറയുന്നത്, ദൈവം ഇതൊക്കെയും, അതായത് സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കാനായി കേവലം 6 ദിവസങ്ങൾ ആണ് എടുത്തത്. അതിനുശേഷം അവൻ 7-ാമത്തെ ദിവസം അവൻ ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടിയിട്ട് വേർതിരിച്ചു എന്നും അന്നേ ദിവസം നീ ഒരു ജോലിയും ചെയ്യരുത് എന്നും പറഞ്ഞതും നമുക്ക് ഏവർക്കും അറിയാം. ഈ 6 ദിവസം കൊണ്ട് ഭൂമിയിൽ ഉള്ള സർവ്വചരാചരങ്ങളെയും അവൻ സൃഷ്ടിച്ചു എന്ന് നമുക്ക് ഏവർക്കും അറിയാം.
അന്തരീന്ദ്രിയങ്ങളെ തിരിച്ചറിയുന്നവനായ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ സർവശക്തനെ നാം ശരിക്കും തിരിച്ചറിഞ്ഞ് അവനിൽ ശരണം പ്രാപിച്ച് ബാക്കിയുള്ള ജീവിതം ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലയാണിതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കണ്ടത് സ്വർഗം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എപ്പോൾ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കണ്ടു. മൂന്നാമത്തേത് ദൈവം തൻ്റെ വചനത്താൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. നാലാമത്തേത് 6 ദിവസങ്ങൾ കൊണ്ട് ഇതൊക്കെയും സൃഷ്ടിച്ചു എന്ന് നാം കണ്ടു. ഏഴാം ദിവസം അവനെ ആരാധിക്കുവാനുള്ളതാണ് എന്ന് നാം കാണുന്നു. അവനിൽ വിശ്വസിച്ച് അവനിൽ അഭയം പ്രാപിക്കത്തക്കവണ്ണം ബാക്കി ജീവിതം ജീവിക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.